യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളാണ് അൽഫായുടെ പുത്രനായ യാക്കോബ് സ്ലീഹ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു? ഒടുവിൽ എങ്ങനെ മരിച്ചു എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. യാക്കോബ് എന്ന പേരിൽ 2 ശിഷ്യന്മാരുണ്ട്. ഒന്ന് സെബദി പുത്രനായ യാക്കോബ്, ഇദ്ദേഹത്തെ വലിയ യാക്കോബ് എന്നറിയപ്പെടുന്നു. 2 അൽഫായുടെ പുത്രനായ യാക്കോബ്, ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന് അറിയപ്പെടുന്നു. ബൈബിളിൽ ഇദ്ദേഹത്തെ അൽഫായുടെ മകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷത്തിൽ മറിയം എന്ന സ്ത്രീയുടെ മകനായി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ അൽഫായുടെ മകനായ യാക്കോബിന്റെ ജോലിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം മത്തായിയെ പോലെ ടാക്സ് പിരിക്കുന്ന, അതായത് ചുങ്കം പിരിക്കുന്ന ഒരാളായിരുന്നു എന്നാണ്. ഇദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു. അതുമാത്രവുമല്ലാതെ വളരെ ശാന്തനായ ഒരു മനുഷ്യനുമായിരുന്നു. ഇദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ യഹൂദ ചട്ടത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരുന്നു. ബൈബിളിൽ ശിഷ്യന്മാരുടെ പേരിൽ അൽഫയുടെ പുത്രനായ യാക്കോബിന്റെ പേര് വരുന്നത് മത്തായി, മാർക്കോസ്, ലൂക്ക എന്നീ സുവിശേഷങ്ങളിൽ 9ാം സ്ഥാനത്താണ്. ശരീരപ്രകൃതി അനുസരിച്ച് സെബദി പുത്രനായ യാക്കോബ് നല്ല പൊക്കവും വണ്ണവുമുള്ള ഒരാളായിരുന്നു. എന്നാൽ ഈ അൽഫയുടെ പുത്രനായ യാക്കോബിന് പൊക്കം അല്പം കുറവായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നത്. ഇദ്ദേഹം വലിയ പ്രശസ്തി ആഗ്രഹിക്കാത്തവനാണ് എന്ന് പറയപ്പെടുന്നു. പത്രോസിനെയും യോഹന്നാനെയും പോലെ വലിയ പ്രസംഗങ്ങളോ അത്ഭുതങ്ങളോ ചെയ്തതായി ബൈബിളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. യേശുവും ഇദ്ദേഹത്തോടെ സംസാരിച്ചതായും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹം യേശുവിനോട് ചേർന്ന് സുവിശേഷം പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിനോടൊപ്പം എല്ലാ യാത്രകളിലും അന്ത്യത്താഴ സമയത്തും യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിലും അദ്ദേഹം നിശബ്ദനായി പങ്കെടുത്തു. വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് മുൻഗണന നൽകുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ നിശബ്ദമായ കർമ്മശൈലിയുടെ തെളിവാണ്. യേശുവിനെ ഗെത്സമനി തോട്ടത്തിൽ വെച്ച് പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ട യാക്കോബ് ആകെ നിരാശനാവുകയും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരുന്നു എന്ന് പറയുന്നു. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ ഈ യാക്കോബും യേശുവിനെ കണ്ടു. പിന്നെ യേശുവിനോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തതായി പറയുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാളിക മുറിയിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം അദ്ദേഹം തന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ആരംഭിച്ചു. യെരുശലേമിലെ ക്രിസ്തീയ സഭയുടെ പ്രധാന അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു. സഭയിലെ തർക്കങ്ങൾ പരിഹരിക്കാനും വിശ്വാസികളെ ഒരുമിച്ച് നിർത്താനും അദ്ദേഹം നേതൃത്വം നൽകി. ഈ യാക്കോബിന്റെ പ്രാർത്ഥനയെയും ഉപദേശങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കഠിന വ്രതക്കാരനായ വിശുദ്ധനായിരുന്നു എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ യാക്കോബ് മിക്കപ്പോഴും യെരുശലേം ദേവാലയത്തിൽ മണിക്കൂറുകളോളം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുട്ടുകൾ ഒട്ടകത്തിന്റെ മുട്ടുകൾ പോലെ തഴമ്പിച്ചതായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നില്ല, മറിച്ച് ജനങ്ങളുടെ പാപമോചനത്തിനും സഭയുടെ നന്മയ്ക്കും വേണ്ടിയായിരുന്നു. അദ്ദേഹം കൂടുതലും ഉപമകളിലൂടെയും ഉപദേശങ്ങളിലൂടെയുമാണ് പഠിപ്പിച്ചിരുന്നത്. 1. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. വിശ്വാസം മാത്രം പോരാ, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. 2. നാവിന്റെ നിയന്ത്രണം. സംസാരത്തിൽ നിയന്ത്രണം വേണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. 3. എളിയവരോടുള്ള സ്നേഹം. ധനികരോട് പ്രത്യേക പരിഗണന കാണിക്കുന്നതിനോട് അദ്ദേഹം എതിർത്തു. ഇത് പ്രധാനമായും യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് യേശുക്രിസ്തുവിനെ കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ട യഹൂദ നേതാക്കൾ യേശുക്രിസ്തു മിശിഹായാണെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കോബ് അത് വിസമ്മതിക്കുകയും കൂടുതൽ ശക്തമായി സുവിശേഷം പഠിപ്പിക്കുകയും ചെയ്തു. ഇത് ഇഷ്ടപ്പെടാത്ത മതനേതാക്കൾ ഒരു കൂട്ടം ആളുകളുമായി എത്തുകയും യാക്കോബിനെ യെരുശലേം ദേവാലയത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് പരസ്യമായി യേശുവിനെ തള്ളിപ്പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യാക്കോബ് അവിടെ നിന്നും യേശുവിനെ കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു. ഇത് കേട്ട് ദേഷ്യം പൂണ്ട മതനേതാക്കൾ അദ്ദേഹത്തെ ദേവാലയത്തിന് മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടു. താഴെ വീണ യാക്കോബിന്റെ കാലുകൾ ഒടിഞ്ഞെങ്കിലും അദ്ദേഹം മരിച്ചില്ല.
ആ സമയത്തും അദ്ദേഹം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിൽ പ്രകോപിതരായ ജനങ്ങൾ അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി. അതിനിടയിൽ അവിടെയുണ്ടായിരുന്ന ഒരുവൻ ഒരു മരത്തടി കൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് അതിശക്തമായി അടിച്ചു. ഈ ആഘാതത്തിൽ അദ്ദേഹം മരിച്ചു. അതുകൊണ്ടാണ് സഭാചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ അടയാളമായി ഒരു മരത്തടി ചിത്രീകരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.